കപ്പിൻ്റെ ഗോളി തന്നെയാണ്. എല്ലാ ടീമുകളെ പിന്നെ പുറത്തുനിന്ന് കൊടുന്നാലും ഗോളി പിന്നെ ഞാൻ മതി എന്ന് പറയും. ഉണ്ണി കുട്ടികളൊക്കെ അങ്ങനെ പിന്നെ ഓരോ ഫൈനലൊക്കെ എടുത്തു കൊണ്ടിട്ട് ഓരോ മുദ്രാവാക്യങ്ങൾ ഓമന മക്കൾ പോരാടി ആ കപ്പ് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് പിന്നെ കൊല്ലത്തിലെ പിന്നെ പിന്നെ മംസങ്ങാക്കാനെ കുഞ്ഞാപ്പ വെട്ടത്തൂരിന്ന് അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കാപ്പിൽ കൊടുന്ന് വെച്ച് എടുത്തിട്ട് പിന്നെ ഓരോ പിന്നെ അന്നെന്താന്ന് പറഞ്ഞാൽ കാരണന്മാരൊക്കെ ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തരും. ഗ്രൗണ്ടിൽ കൂടി വന്ന് പുറത്തു കൂടി ഇരുന്നിട്ടും പിന്നെ വയറിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഭാഗം പന്തളിക്കുള്ള പിരിവും ഒരു ഭാഗം വയറിലെ പിരിവ് കാരണം നമ്പൂത്തൊടിയ ഗ്രൗണ്ട് തന്നെ. പിന്നെ ഇപ്പോൾ ഈ പിന്നെ ഇബ്രാഹിം കാക്കാൻ്റെ ഏട്ടുണ്ടായിരുന്നു മുഹമ്മദ് ബാഷേ, അയാൾ എനിക്ക് പന്തൊക്കെ ഇട്ട് ഇങ്ങനെ പഠിപ്പിച്ച് തന്നിരുന്നു കയ്യേറ്റിട്ടിട്ട്. അപ്പോൾ പിന്നെ വലിയ ടീമിനെ പിന്നൊരുവണ്ണമൊന്നും പിന്നെ എരിപ്പറ അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ടീമിൽ പിന്നെ കൊടുന്നാലും ഗോളിവിനെ കൊണ്ടുണ്ടാന്ന് പറയും. നമ്മൾ കുറേ പിന്നെ ഈ മലിക ഗോളിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിക്കണം പലപ്പോഴും. അതേമാതിരി പിന്നെ ചേലക്കാട് മറ്റു റബ്ബർ കച്ചവടം ചെയ്യുന്നില്ലേ, മൂപ്പര് പിന്നെ ഗോളിനെ കിട്ടിയിട്ടില്ല എന്നുകൊണ്ട് ഞാൻ വല്ലവിടെ വാർവാല പണിയെടുക്കുമ്പോഴേ അവിടുന്ന് പിടിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ ചേലക്കാട്ട് പിന്നെ വലിയ പിന്നെ ചെറുതായിട്ടുള്ള ടീമാണ്. പക്ഷെ മലപ്പുറത്തുനിന്ന് വന്ന ടീം വലിയ ടീമായിരുന്നു. അന്ന് ഈ മലപ്പുറം ചേക്കൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ മിനിറ്റിൽ ഇങ്ങനെ പന്ത് പോസ്റ്റ് നിന്നിട്ടേ പിടിച്ച് കഴിയില്ല. അല്ല അങ്ങനെയൊക്കെ ഒരു ഓർമ്മ ഇങ്ങനെ വരികയാണ്. നമ്മളിപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞോട് കൂടി 6ാം ക്ലാസ് ജയിച്ചിട്ട് പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ കുറേ ഹോട്ടൽ പണിയും വാർവാലപ്പണിയും അതേമാതിരി പിന്നെ വാർവാലപ്പണി എടുത്തന്ന് കുറേ ആൾക്കാർ വലിയ ആൾക്കാരൊക്കെ ബാലഗോപാലിൻ്റെ അവിടെ വരും. ശബ്ദങ്ങളെ പിന്നെ പെണ്ണുങ്ങളൊക്കെ അവിടെ പിന്നെ അലിക്കുട്ടി കാക്കാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കഞ്ഞിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അതേമാതിരി കുളത്തൂർ വാരശ്ശേരെ ഇത് പിന്നെ ഈ ഇന്ദിരാഗാന്ധിൻ്റെ ഇതൊക്കെ കിട്ടിയൊരു തങ്ങളുണ്ടായിരുന്നു, ഷെരീഫ് തങ്ങൾ ആദവനാട്. മൂപ്പരൊക്കെ ബാലഗോപാലിൻ്റെ അവിടെ കിടക്കുമ്പോൾ കുട്ടികളൊക്കെ കാണാനും വരും. അപ്പോൾ ഓലൊക്കെ ഞാൻ കഞ്ഞിയും വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ എല്ലാ ആൾക്കാരും പരിചയമുണ്ട്. കാപ്പിലും പട്ടത്തൂരിലെ എല്ലാ വീടുകളിൽ കൂടി ഞാൻ പോയിക്കുന്നു. കാരണം മീൻ കച്ചവടം ചെയ്തെന്ന് എല്ലാ വീട്ടിലും പോകണമല്ലോ. അപ്പോൾ എല്ലാ വീടും അന്നത്തെ വീടുകളൊക്കെ ഞാൻ അറിയും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പരിചയക്കാർ ലോകിക്കാനും വലിയ കാരണന്മാരൊക്കെ അന്നും എനിക്ക് വലിയ ബഹുമാനമാണ്. ഞാൻ പെരിന്തൽമണ്ണയൊക്കെ ഈ കച്ചവടം ചെയ്യുമ്പോഴേ പിന്നെ പാതാക്കര തങ്ങന്മാർ പിന്നെ അമ്പലത്തിലെ സാന്തിക്കാരും ഒക്കെ വന്ന് നമ്മളടുത്ത് വന്ന് കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോവുക. അല്ല പറയുക 25 വർഷം പെരിന്തൽമണ്ണി കച്ചവടം ചെയ്തു. ഇപ്പോൾ 25 വയസ്സ് ഇപ്പോൾ കാപ്പിളുമായി. പാണക്കാട് ഇപ്പോൾ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെറിയ കുട്ടി ഇങ്ങനെ പാണക്കാട് ഇങ്ങനെ ഓരോ പിന്നെ അതിഥികൾ വരും കൊല്ലം പറഞ്ഞിട്ട് പറഞ്ഞല്ലേ ഫുട്ബോളിൽ ഇങ്ങനെ ഞങ്ങൾ ഉച്ചന നമ്പൂത്തൊടിയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും, അവിടെ പോയി കളിക്കും. ഉച്ചാവുന്നേരം എന്തെങ്കിലും പണിക്ക് പോകും. അങ്ങനെ പന്തളിയിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരങ്ങനെ വിളിക്കും. അതിൽ ഓരോരുത്തർ അബുവാജി മയമലിയാക്ക പിന്നെ കാപ്പിങ്ങൽ അബുവാക്ക ഇങ്ങനെ പിന്നെ KPMC അല്ലേ ഇബ്രാഹിം മാസ്റ്റർ ഏട്ടനെ എന്താ പറയുക കളി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ പന്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് തരും. പിന്നെ മൂപ്പര് പാട്ടൊക്കെ കിട്ടിക്കണമെന്ന് തോന്നുന്നു ഈ പട്ടിക്കാട് ജാമിയ കോളേജിൻ്റെ ഇതായില്ലേ. അപ്പോൾ അന്ന് മേലേക്കാപ്പ് താഴേക്കാപ്പ് എന്നുള്ള ഒന്നും ഇല്ലല്ലോ, ഒക്കെ ഒരുമിച്ച് നിന്നിട്ട്. അതേമാതിരി കരുവാത്ത അംസു ഞാനൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിക്ക് ജയിക്കുന്നവരെ. എന്നിട്ട് ഓബിനൊക്കെ പിന്നെ ഇവിടെ പോയതാണ്, പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങാടിപ്പുറം. അവിടെ പോയിട്ട് പോകുമ്പോൾ SSLC ജയിച്ചിട്ട് അതിന് എന്താ മുട്ടായി വാങ്ങാൻ വേണ്ടി സൈക്കിൾ എടുത്ത് റോട്ടിൽ വന്നപ്പോൾ ബസ് ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചതാണ്. അതാണ് സമയം മുറിയിൽ ആ ഗ്രൗണ്ടൊക്കെ അല്ലേ. ആ ഗ്രൗണ്ടും പിന്നെ എന്നോട് കരുവാത്ത അവിടെ കാക്കാനോട് കൊടുക്കുമെന്ന് ചോദിച്ചോക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി ചോദിച്ച് അത് വിലയൊക്കെ പറഞ്ഞാണ് ആർക്കാണെന്നൊക്കെ ചോദിച്ചപ്പോൾ 4000 റുപ്യാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നാൽ അങ്ങനെ കൊടുത്താണ്. പിന്നെ രാത്രി ഓല് പോയിട്ട് കച്ചവടം ചെയ്താണ്. പിന്നെ ആറങ്കോടന്മാർ ഇവരൊക്കെ പാടെ കൂടിയിട്ട്. അല്ലാതെ പറയാം അന്നിപ്പോൾ അവിടെ ഒഴിഞ്ഞ് നടക്കുന്ന കാണുന്ന സ്ഥലമല്ലേ. ലത്തീഫാജി, അമീദ്, പിന്നെ ബഷീർ, ബക്കറും പിന്നെ അബ്ദുറു, മുസ്തഫ, ഞങ്ങളൊക്കെ ഇങ്ങനെ KPMC ഞങ്ങളൊക്കെ ഒരു ഇതാണ്. ഇബ്രാഹിം മാസ്റ്റർ മേമലികാക്ക ഐറ്റം ഒരു പ്രായക്കാരാണ്. പിന്നെ കൊല്ലത്തുംകുളത്ത് കൈത്തുകാക്ക, കുഞ്ഞേമാക്ക,
ഓരൊക്കെ പിന്നെ പഴയ കളിക്കാരൻ തന്നെ. 2 ഡിഫൻഡിലും കളിച്ചിരുന്നു. കൊല്ലത്തുംകുളത്തിൽ അയത്തുകാക്കി കുഞ്ഞേമാക്കി ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ ഇന്നടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എഞ്ചിനി അങ്ങേ ഭാഗത്തുകളൊക്കെ പിന്നെ പാണ്ടിക്കാട് ഇവിടെയൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഡിഫൻഡിൽ കളിക്കാരെ കിട്ടിയില്ലേ 2 ഡിഫൻഡിൽ നിന്ന് കളിക്കും. ലോകകപ്പ് ഇപ്പോൾ തുടങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ അത് കാണലുണ്ട്. പിന്നെ കുറച്ചേലും കാണും. അത് പിന്നെ കളിയിലോടത്ത് പോയിട്ട് ഇങ്ങനെ കാണലൊക്കെ ഉണ്ട്. അതിന് കളിയിലിപ്പോൾ ഫുട്ബോൾ തന്നെയുള്ളൂ. അംസമുറിയിൽ നല്ല ഫോർവേഡായിരുന്നു ഞങ്ങൾ കളിച്ചിരുന്നു. പിന്നെ അതായത് ഫോർവേഡിൽ നല്ല ഉഷാറായിട്ട് ഓട്ടത്തിലും ഇതിലൊക്കെ പിന്നെ സ്പോർട്സിലൊക്കെ നല്ല ഇതായിരുന്നു. ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിലൊക്കെ ഞാനും കളിച്ചിരുന്നു. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നേ അന്നൊക്കെ. ഇതിലേ ഓരോ ടീം കൊടുക്കുമ്പോൾ ഓലൊക്കെ തന്നെ ടീമിലുണ്ടാകുമോ ഒരു 1-2 ഒമ്പറ്. പിന്നെ കരുവാത്തസനും പിന്നെ ഫുട്ബോളിൽ അത്ര ഇതുണ്ടായില്ല. ഓട്ടത്തിലും ഇതിലൊക്കെ സ്പോർട്സിലൊക്കെ ഓല് നല്ല ഉഷാറാണ്. പിന്നെ പിന്നെ മൈമലികാക്ക പറഞ്ഞില്ലേ, കോട്ടയിലെ മൈമലികാക്ക, ഇബ്രാഹിം മാസിക്ക് ഓലക്കൊക്കെ തന്നെ പിന്നെ അന്നത്തെ കുന്നത്ത് അബ്ദുള്ള കാക്കൊക്കെ ലഫ്രീനും. ആദ്യം ടി വി ആണ് ഈ വെയിറ്റേജിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാപ്പിൽ വരലോടത്തി. ആദ്യമൊക്കെ ഞാൻ കടർക്കുമ്പോൾ കുറേ പോകില്ല. അപ്പോൾ ഈ രാത്രിയൊക്കെ എല്ലാം കളി കാണും. 1 മണി 2 മണിക്കുള്ളിലൊക്കെ ചില കളികൾ. പിന്നെ വെയിറ്റേജ് എന്താണെന്ന് അറിയോ, മൂപ്പര് ടി വി തുറന്നേച്ച് തരും ചില ദിവസേ. ഇത് കണ്ടോ, മൂപ്പര് പോയാലൊക്കെ അടിച്ച് പോയി കിടക്കും. കളി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പോവാന്ന് പറഞ്ഞാൽ പോരും. കളിയിലിപ്പോൾ അങ്ങനെ ബ്രസീലിനോട് പിന്നെ ഇതൊക്കെ അതെ അങ്ങനെ പറയാ. കളിയിലിപ്പോൾ അങ്ങനെ എന്താ പറയുക, എങ്ങനെ കളിച്ച് ആയാലും പിന്നെ മോശം കളി കളിച്ചാലും ഇങ്ങനെ കളിച്ച് ഓല് ഫൈനലിൽ വരും. അതിലേറെ വലിയ നല്ല കളിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഓല് അങ്ങനെ ഒരു ഇതുണ്ട്, ഇങ്ങനെ തട്ടിമുട്ടി ഒരു സെമി ഫൈനൽ വരെ ഇങ്ങോട്ട് എത്തും. പിന്നെ കളിയും മോശം ആണെങ്കിലും അതിലേറെ കളിക്കണ പോലൊക്കെ ഇല്ലായിട്ടല്ല, പക്ഷെ ഓലാണ് ഓൽക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ.